ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഫംഗ്ഷനുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി പറയുന്നത് എക്സ്പയർ ഡേറ്റ് കാണാനുള്ള ഒരു ഫംഗ്ഷനാണ്. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, നെയിം ടൈപ്പ് ചെയ്യുന്നു, എക്സ്പയർ ഡേറ്റ് ആകുന്നത് അത് ഡേറ്റ് അവിടെ കൊടുക്കുന്നത് ഞാനൊരു 10 പേരുടെ ഡീറ്റെയിൽ കൊടുക്കുകയാണ്. നെയിം, ഇതിന് ശേഷം എക്സ്പയർ ആകുന്ന ഡേറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 14/2/2020, 15/9/2020, 5/4/1992, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സ്പയർ ആവുന്ന ഡേറ്റ് ഇവിടെ എക്സ്പയർ ആവുന്ന ഡേറ്റ് 14/2/2020 15/9/2020 എക്സ്പയർ ആകുന്നതുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ ഓരോ ഡേറ്റ് നമ്മൾ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനീനെ ബേസ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ സമദ് വിനീഷ് എന്നൊരാൾ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ എക്സ്പയർ ഡേറ്റ് നോക്കിയേ 15/4/1992 അതിൻ്റെ എക്സ്പയർ ഡേറ്റ് തീർന്നു. വീണ്ടും മൻസൂർ എന്നൊരു വ്യക്തിയുടെ നോക്കിക്കേ 4/8/2020 വരെ അദ്ദേഹത്തിന് എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ വിനീഷ് എന്നൊരു വ്യക്തിക്ക് 5/4/1992 ഇദ്ദേഹത്തിൻ്റെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നതാണ്. അതായത് ഇൻഷുറൻസിൻ്റെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മൻസൂർ എന്ന ഒരു വ്യക്തിയുടെ നോക്കിയേ 4/8/2020 വരെ മൻസൂർ എന്നൊരു വ്യക്തിക്ക് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇനി എത്ര നാൾ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് പുതുക്കാനായിട്ട് എത്ര നാളുണ്ട്, അതുപോലെ തന്നെ ഇനി ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞു, ഈ രണ്ട് രീതിയിൽ നമുക്കിവിടുന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. 4/8/2020 വരെയാണ് മൻസൂർ എന്നൊരു വ്യക്തിയുടെ ഇൻഷുറൻസിൻ്റെ കാലാവധി. അപ്പോൾ ഇനി എത്ര നാൾ ഉണ്ട്, അതായത് ഇപ്പോൾ എത്ര നാൾ വരെ ഉണ്ട്, ഇൻഷുറൻസിൻ്റെ കാലാവധി എത്ര നാൾ ഉണ്ട്. അതുപോലെ തന്നെ വിനീഷിൻ്റെ നോക്കിയേ 5/4/1992 കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ ഡേറ്റാണ്, 92 കഴിഞ്ഞ ഡേറ്റാണ്. അപ്പോൾ ഇനി ഈ ഒരു ഇൻഷുറൻസിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞു, അതായത് ഇപ്പോൾ 1992 കഴിഞ്ഞതാണ്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ട് എത്ര നാൾ ആയി,
എന്ന് അറിയാൻ സാധിക്കും. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് ഡേ ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതിനുശേഷം ഈക്വൽ ടു എക്സ്പയർ ആയ ഡേറ്റ് മൈനസ്, അതിനുശേഷം ഈക്വൽ ടു എക്സ്പയർ ആയ ഡേറ്റ് മൈനസ് ടുഡേ. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു ഹാഷ് സിമ്പിളായിരിക്കും കാണാൻ സാധിക്കുക. ഡേറ്റ് മാറ്റി ഞാൻ ഇവിടുന്ന് ജനറൽ ആക്കുന്നു. കണ്ടോ, അപ്പോൾ -35 ദിവസം കഴിഞ്ഞു. കണ്ടോ, ഈ മൈനസ് വന്നേക്കുന്നതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളാണ്. അതായത് ഇപ്പോൾ സമദ് എന്നൊരു വ്യക്തിക്ക് ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് 1 മാസത്തിലധികമായി. മനസ്സിലായില്ലേ? ഈ മൈനസ് വന്നതെല്ലാം കഴിഞ്ഞതാണ്. വീണ്ടും അടിയിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതുല്യ എന്നൊരു വ്യക്തിക്ക് അതിൻ്റെ എക്സ്പയർ ഡേറ്റ് ആവുന്ന ഡേറ്റ് നോക്കിയേ 15/9/2020 ആവുള്ളൂ. അപ്പോൾ നോക്കിയേ 179 ദിവസം കൂടിയുണ്ട്. വിനീഷ് എന്നൊരാൾ വെട്ടിക്കുക. കണ്ടോ, 10,000 ദിവസങ്ങൾ കഴിഞ്ഞു. അതായത് 10,211 ദിവസം കഴിഞ്ഞു. മൻസൂർ എന്നൊരു വ്യക്തിയുടെ നോക്കുകയാണെങ്കിൽ 137 ദിവസം ഇനി ബാക്കിയുണ്ട്. കണ്ടോ, അപ്പോൾ പ്ലസ് ഉള്ള സിമ്പിളെല്ലാം കണ്ടോ മുമ്പിലുള്ളതാണ്, ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു പോയ മൈനസ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഡേറ്റ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്നൊരു 2020 കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇനി 150 ദിവസം കൂടി ബാക്കിയുണ്ട്. പക്ഷേ ഞാൻ ഇതിനെ എല്ലാത്തിനെയും അലൈൻമെൻറ്റ് ചെയ്യുന്നു. ഇവിടെ ഡേറ്റ് മാറ്റി കൊടുത്താലും 2020 മാറ്റി 21 ആക്കിയാലും കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ 333 ദിവസം ബാക്കി വരും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ 1992 മാറ്റി ലൈസൻസ് പുതുക്കുകയാണെന്ന് കരുതുക. ഞാൻ ഇവിടെ നിന്ന് 2025 വരികയാണെന്ന് കരുതുക. അപ്പോൾ കണ്ടോ, ഇനി 1842 ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഇന്നത്തെ ഡേറ്റ് 20-ാം തീയതിയാണ്. അപ്പോൾ 22/3/2020 കൊടുക്കുമ്പോൾ കണ്ടോ ഇനി 2 ദിവസം കൂടിയുള്ളൂ എക്സ്പയർ ആകാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂ 0ക്ക് താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ സെല്ലിന് നേരെ എക്സ്പയർ എന്ന് തന്നെ. മനസ്സിലായെന്ന് കരുതുന്നു. വാല്യൂ 0ക്ക് താഴെ എന്ന് പറയുമ്പോൾ മൈനസ് വാല്യൂ എല്ലാം 0ക്ക് താഴെയാണ്. അപ്പോൾ ഇതെല്ലാം എക്സ്പയർ ആണെന്ന് കരുതണം. ഈ സെല്ലിന് നേരെ ഇവിടെ എക്സ്പയർ എന്ന് കാണിക്കണം. അതുമല്ല വാല്യൂ 30ന് താഴെയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ 2 വന്നിട്ടുണ്ട്. അപ്പോൾ 2ന് നേരെ എന്ത് ചെയ്യണം? എക്സ്പയർ സോൺ എന്ന മെസ്സേജ് കാണിക്കണം. ബാക്കിയുള്ളവരെന്തായിരിക്കണം? നോട്ട് എക്സ്പയർ എന്നുള്ളൊരു മെസ്സേജ് കാണിക്കണം. അതായിട്ട് ഞാൻ ഇവിടുന്ന് സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈക്വൽ ടു ഇഫ് ലോജിക്ക് ടെസ്റ്റ് ഏതാണ്? ഇതാണ്, കോമ വാല്യൂ ലോജിക്ക് ടെസ്റ്റ് കൊടുക്കുക <<0 വാല്യൂ 0ക്ക് താഴെയാണെങ്കിൽ കോമ എന്താണ്? എക്സ്പയർ ആണ്. EXP എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്തു, കോമ. അപ്പോൾ ഞാനിവിടുന്ന് 3 കണ്ടീഷനാണ് പറയുന്നത്. 3 കണ്ടീഷൻ വരുമ്പോൾ 2 ഇഫ് യൂസ് ചെയ്യും. ഒരു 100 കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ 99 ഇഫ് യൂസ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടുന്ന് 3 കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ 2 ഇഫ് യൂസ് ചെയ്യും. ഒരു ഫംഗ്ഷനാണ് പറയുന്നിട്ടെങ്കിൽ 2 ഫംഗ്ഷനാണ് പറയുന്നെങ്കിൽ ഒരു ഇഫ് യൂസ് ചെയ്യും. അപ്പോൾ ഒന്നിന്ന് മൊത്തം ടോട്ടലിൽ നിന്ന് ഒരു ഇഫ് കുറച്ചാൽ മതി. 100 നിന്നാണെങ്കിൽ ഒരു ഇഫ് കുറയ്ക്കുക, അപ്പോൾ 99 കിട്ടും. 4 നിന്നാണെങ്കിൽ 3 ഇഫ് കൊടുക്കും. 5 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 4 ഇഫ് കൊടുക്കും. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഇവിടെ നിന്ന് 3 ഇഫാണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 2 ഇഫ് യൂസ് ചെയ്യുന്നു. വീണ്ടും കോമ ഇഫ്, വീണ്ടും ലോജിക്ക് ടെസ്റ്റ് കൊടുക്കുന്നു. << ഇനി നമുക്ക് 30ന് താഴെയാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറയുന്നത് 0ക്ക് താഴെ മൈനസ് വാല്യൂ, ഇനി പറയുന്നത് 30ന് താഴെയാണ്. അപ്പോൾ കോമ 30ന് താഴെയാണെങ്കിൽ എന്താണ് സംഭവം? എക്സ്പയർ സോൺ ആണ്. അപ്പോൾ ആ സെല്ലിന് നേരെ 30ന് താഴെയുള്ള സെല്ലുകൾക്ക് നേരെ എക്സ്പയർ സോൺ എന്ന് കാണിക്കണം. അപ്പോൾ ഡബിൾ ഇൻവെർട്സ് കോമ ക്ലോസ് ചെയ്തു, കോമ. അല്ലാത്തവരെന്തായിരിക്കും? ഈ രണ്ടിലും ഇടയിൽ പെടാത്ത ആളുകൾ നോട്ട് എക്സ്പയർഡ് ആയിരിക്കും, നോട്ട് EXP. എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്? 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലോസ് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ ഇത് നോട്ട് EXP വന്നു. കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം എക്സ്പയർ ആണ്. ഇത് എക്സ്പയർ ആണ്, ഇത് എക്സ്പയർ ആണ്, ഇത് എക്സ്പയർ ആണ്. കണ്ടോ, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ ബാക്കി. അപ്പോൾ ഇത് എക്സ്പയർ സോണാണ്. അതിനുശേഷം എക്സ്പയർ ആയ സെല്ലുകൾക്കെല്ലാം ഒരു റെഡ് കളറ്, നോട്ട് എക്സ്പയർഡിനെല്ലാം ഒരു ഗ്രീൻ കളറ്, എക്സ്പയർഡ് സോണിനെല്ലാം ഒരു യെല്ലോ കളർ കൊടുക്കണം. ഇതിനായി നമ്മൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നൊരു ഫംഗ്ഷനാണ്. അതിനായി ഹോം മെനുവിൽ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ വരിക, ഹൈലൈറ്റ് സെൽസ് ആൻഡ് റൂൾസ് എടുക്കുക, ഈക്വൽ ടു എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നോട്ട്
EXP എങ്ങനെയാണോ നമുക്ക് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാട്ടോ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ സ്പേസ് ഇടാതെ EXP എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യില്ല. കണ്ടോ, നമുക്ക് ഇവിടുന്ന് സ്പേസ് ഇട്ടാണ് നോട്ട് EXP എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേണം ഇവിടെയും ടൈപ്പ് ചെയ്യാനായിട്ട്. വീണ്ടും ഇതിവിടുന്ന് റൈറ്റ് റെഡ് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റം ഫോർമാറ്റിൽ വരിക. ഫിൽ എന്നൊരു ഓപ്ഷനിൽ ഏതൊരു കളറാണോ വേണ്ടത്. അപ്പോൾ നോട്ട് EXPക്ക് എല്ലാം ഒരു ഗ്രീൻ കൊടുക്കാം അല്ലേ. കൂടുതൽ ഫിൽ മോർ കളേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാൻ തൽക്കാലം ഗ്രീൻ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ സാമ്പിൾ കളർ പോലെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. വീണ്ടും കണ്ടീഷണൽ ഫോർമാറ്റിൽ വന്നതിന് ശേഷം ഹൈലൈറ്റ് സെൽസ് ആൻഡ് റൂൾസിലെ ഇക്വൽ ടു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം EXP എന്ന് ടൈപ്പ് ചെയ്യാം. എക്സ്പയർ ആയ സെല്ലുകൾക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, റെഡ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെഡ് കൊടുത്തു. ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ. ഇനി എക്സ്പയർ സോണിനെല്ലാം എല്ലോ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൽ ഹൈലൈറ്റ് സെൽസ് ആൻഡ് റൂൾസിൽ ഇക്വൽ ടു അപ്പോൾ EXP അപ്പോൾ മഞ്ഞ കൊടുക്കും. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ മൈനസ്, അതായത് ഇപ്പോൾ 1 സഹദ് എന്നൊരു വ്യക്തിക്ക് ലൈസൻസ് അവസാനിച്ചിരിക്കുന്നത് 1/1/2020 അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറ്റി 1/8 കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ മാറും. നോട്ട് എക്സ്പയർഡ് ആണോ എക്സ്പയർ അല്ലോ എക്സ്പയർ സോൺ ആണോ അത് മാറും. ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ ഉള്ളിൽ കളറും മാറും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. അപ്പോൾ മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.